നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക രംഗം വലിയ തോതിലുള്ള വികസനം നേടിയ ഘട്ടമാണിത്. നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം നേടുന്ന അവസ്ഥയുണ്ടായി. എങ്ങനെ വന്നതാണത്? അത് സ്വയംഭൂവായി സംഭവിച്ചതല്ല. ഇവിടെ വ്യവസായത്തിന് പറ്റാത്ത നാടാണെന്നായിരുന്നല്ലോ കണക്ക്. നേരത്തെ നമ്മുടെ നാട്ടിൽ നിക്ഷേപം നടത്താൻ തയ്യാറായ ഒരാൾ വന്നു എന്ന് വിചാരിക്കുക. അയാൾ നിക്ഷേപിക്കേണ്ട സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ എത്താൻ അനുഭവിക്കേണ്ട കഷ്ടമുണ്ട്. കാരണം യാത്രാ ദുരിതം. അവിടെ എത്തിക്കഴിയുന്നതോടെ പിന്നീട് തിരിച്ചുപോക്കുണ്ട്. പിന്നെ ഇങ്ങോട്ടില്ല. അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും പോയി അദ്ദേഹത്തിൻ്റെ പദ്ധതി തുടങ്ങും. ഇന്ന് ആ അനുഭവമില്ല. എല്ലായിടവും നല്ല യാത്രാ സൗകര്യം വന്നു, നല്ല പശ്ചാത്തല സൗകര്യം വന്നു. അതോടൊപ്പമോ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിൽ എന്താണ് നാം പുറകോട്ട് പോകാൻ കാരണം എന്നത് 2016 വന്ന സർക്കാർ ആലോചിച്ചു. ആ ആലോചനയുടെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട വ്യവസായികളെ വിളിച്ചുകൂട്ടി, ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചുകൂട്ടി, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു, നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു, മാറ്റങ്ങൾ വരുത്തി. അതിൻ്റെ ഭാഗമായി 2016 ശേഷം തന്നെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി, ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. നമ്മുടെ മാനസിക ഘടനയും മാറേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള ബോധവൽക്കരണം, ആ വഴിയിലേക്കും കാര്യങ്ങൾ നീങ്ങി. അങ്ങനെ എല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം രാജ്യത്തെ നമ്പർ 1 എന്ന നിലയിലേക്ക് എത്തിച്ചത്. അതിൻ്റെ ഭാഗമായി ഇപ്പം സംഭവിക്കുന്നത് എന്താ? കൊച്ചിയിൽ ചേർന്ന നിക്ഷേപ സംഗമം, അതിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പത്രങ്ങളാണ് പ്രധാനപ്പെട്ട കമ്പനികളും സ്ഥാപനങ്ങളും വന്ന് ഒപ്പിട്ടത്. അവ യാഥാർത്ഥ്യമാക്കാനുള്ള നല്ല ശ്രമം പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ അടക്കം വെച്ചുകൊണ്ട് നടത്തുകയാണ്. നമ്മുടെ സംരംഭക പദ്ധതിയെക്കുറിച്ച് നേരത്തെ ഇവിടെ പറയുകയുണ്ടായി. അധ്യക്ഷൻ ആ കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. നമ്മുടെ IT മേഖല സമാനതകളില്ലാത്ത വികസനം നേടുകയാണ്. IT രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തേണ്ട ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടേത്. കാരണം ആദ്യം ടെക്നോ പാർക്ക് വന്നത് ഇന്ത്യയിൽ, കേരളത്തിലാണ്. പക്ഷേ അതിന് പിന്നീട് വേണ്ടത്ര തുടർച്ചയുണ്ടായില്ല. ഇപ്പോൾ ഈ 9 വർഷമെടുത്താൽ വലിയ പുരോഗതി IT മേഖലയുണ്ടായിരിക്കുന്നു. IT-യുടെ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, കയറ്റുമതി തുക വർദ്ധിച്ചിരിക്കുന്നു. പുതിയ IT സംരംഭങ്ങൾ, സ്ഥാപനങ്ങൾ, പാർക്കുകൾ എല്ലാം കേരളത്തിൽ വരാൻ പോകുന്നു. നല്ല മാറ്റം ഈ കാര്യങ്ങളിൽ ഉണ്ടാവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനം അത് നല്ല രീതിയിൽ ലഭ്യമാകാൻ ഓൺലൈൻ സേവനങ്ങൾ നല്ലതുപോലെ പുരോഗമിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. ഇവിടെ ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകാൻ ആവശ്യമായ നടപടികൾ വിജ്ഞാന കേരളം എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. തൊഴിൽ സ്ഥാപനങ്ങളെയും തൊഴിലന്വേഷകരെയും ഇതിൻ്റെ ഭാഗമായി ബന്ധിപ്പിക്കുകയാണ്. തൊഴിലന്വേഷിക്കുന്നവർക്കെല്ലാം ആവശ്യമായ സ്കിൽ നൽകുകയാണ്, നൈപുണ്യം നൽകുകയാണ്. നല്ല മാറ്റം, 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന മാറ്റമാണ് ഇതിൻ്റെ ഭാഗമായി വരാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നയങ്ങൾ നല്ലതുപോലെ ജനങ്ങൾക്ക് ആഭിമുഖ്യമുള്ള തരത്തിലേക്ക് മാറുന്നു. അതിലൊന്നാണ് നമ്മുടെ K-ഫോൺ. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കടക്കം ഡിജിറ്റൽ ഉപയോഗം നല്ല രീതിയിൽ
സാധ്യമാക്കുകയാണ്. പരമ്പരാഗത വ്യവസായത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നല്ലതുപോലെ ഉൽപ്പാദിപ്പിക്കാനാകണം എന്നും കാണുകയാണ്. ആധുനിക മാർക്കറ്റിംഗ് അവസരങ്ങൾ നല്ല നിലക്ക് പ്രയോജനപ്പെടുത്തണം എന്നും സർക്കാർ കാണുകയാണ്. നമുക്ക് ദീർഘമായ ഒരു തീരദേശ മേഖലയാണുള്ളത്. ആ തീരദേശ സംരക്ഷണത്തിനുള്ള തീരദേശ പാക്കേജ് നടപ്പാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ മലയോര മേഖലയിൽ വനവുമായി ചേർന്നുകൊണ്ട് വന്യമൃഗ ആക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആ കാര്യത്തിൽ വലിയ തോതിലുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടിനും കേന്ദ്ര ഗവൺമെൻറ്റിനോട് പണം ചോദിച്ചെങ്കിലും ആ പണം ഇതേവരെ ലഭ്യമായിട്ടില്ല. എന്നെങ്കിലും സംസ്ഥാന സർക്കാർ ആകാവുന്നതെല്ലാം ഈ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടർന്നും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാനായത്. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ നാം കാണേണ്ടത് അതിനുള്ള ഇപ്പോൾ വന്ന ആകെ ചെലവ് 8,867 കോടി രൂപയാണ്. ഈ 8,867 കോടി രൂപയിൽ നമ്മുടെ ആളുകൾ വിചാരിക്കുക അദാനി പോർട്ട് എന്നാണല്ലോ അതിനെപ്പറ്റി കേൾക്കുന്നത്. അദാനിയാണ് പണം മുഴുവൻ ചെലവിട്ടതെന്നാണ്. യഥാർത്ഥത്തിൽ കൂടുതൽ പണം ചെലവിട്ടത് സംസ്ഥാന സർക്കാരാണ്. എത്ര? 8,867-ൽ 5,595 കോടി രൂപ ആര് ചെലവിട്ടു? സംസ്ഥാന സർക്കാർ ചെലവിട്ടു. അദാനി ചെലവിട്ടത് 2,454 കോടിയാണ്. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഏറ്റവും പ്രത്യേകത. VGF എന്ന് പറയുന്നൊരു ഗ്രാൻഡ് കേന്ദ്ര ഗവൺമെൻറ് നൽകാറുണ്ട്, പല പദ്ധതിക്കും നൽകും. അത് ഗ്രാൻഡാണ്. പക്ഷേ പലിശയടക്കം എത്രയോ ഇരട്ടി പിന്നീട് തിരിച്ചടക്കേണ്ടി വരും. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച സമീപനം. പക്ഷേ ആ പദ്ധതി നേരത്തെ LDF ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട്. പിന്നെ ആ തർക്കത്തിലേക്കല്ല നമ്മൾ പോയത്. കാരണം കരാർ UDF-ൻ്റെ കാലത്ത് ഒപ്പിട്ടു. ആ കരാർ അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പിന്നെ നിയമയുദ്ധത്തിലേക്കാണ് പോവുക. അനാവശ്യമായ കാലതാമസം പദ്ധതി നടപ്പാക്കുന്നതിനുണ്ടാകും. എത്രയോ ദശാബ്ദങ്ങളെടുത്തു എന്ന് വരും അത് നടപ്പാക്കുന്നതിന്, അതിൻ്റെ ആ കേസ് തീരുന്നതിന്. അപ്പോൾ LDF-ഉം സർക്കാരും 2016 ശേഷം ആലോചിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിലും ഇപ്പോൾ ഒപ്പിട്ട കരാർ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. ആ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോഴതാ ആ പദ്ധതി നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ വരുന്നു. ചില പ്രത്യേക ഇടപെടലുകൾ, പദ്ധതി മുന്നോട്ട് പോകരുത് എന്ന്. അതിൻ്റെ കൂടെ സർക്കാർ നിന്നില്ല. സ്വാഭാവികമായും നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിലും ഉറച്ച നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. വലിയ തോതിലുള്ള വികസന സാധ്യതയാണ് അത് നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ പോർട്ടല്ല അത്, രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. രാജ്യത്തിൻ്റെ മാത്രമല്ല, ലോകത്തെ അപൂർവം വൻ പോർട്ടുകളിൽ ഒന്നാണ് വിഴിഞ്ഞം എന്ന് നാം ഓർക്കണം. അത് നമ്മുടെ മുന്നിൽ അനന്തമായ സാധ്യതകളാണ് തുറന്നു തരുന്നത്. ഇങ്ങനെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ആഗ്രഹിക്കുന്ന നവകേരളം സൃഷ്ടിക്കാൻ ഉള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നവകേരളം എന്നത് ഏതോ ഒരു കാലത്ത് അങ്ങനെ വന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒന്നല്ല, ഈ വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാകേണ്ട ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം നല്ല അനുഭവമാണ് സർക്കാരിനുള്ളത്. അത് എല്ലാ കാര്യങ്ങളിലും നാടും ജനങ്ങളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. ഈ നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഇനിയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.